ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ട്രപ്പിസൈറ്റിസ്, എങ്ങനെ ട്രപ്പിസൈറ്റിസ് കോസ് ചെയ്യുന്നു, പി ടി മാനേജ്മെൻറ്റ് എന്തൊക്കെയാണ്, ഫിസിയോതെറാപ്പി മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക് ഇതാണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ട്രപ്പീസിയസ് മസിൽ എന്നറിയണം. ട്രപ്പീസിയസ് മസിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ലാർജ് ഗ്രൂപ്പ് ഓഫ് മസിലാണ് ട്രപ്പീസിയസ് മസിൽ എന്ന് വിളിക്കുന്നത്. ഇത് നമ്മുടെ അപ്പർ ബാക്കിൽ സൂപ്പർഫിഷ്യലായിട്ട് കാണുന്ന മസിലാണ് ട്രപ്പീസിയസ് മസിൽ. ഈ മസിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഓസിപിറ്റൽ ബോണിന്ന്. ഇത് ലോഞ്ചിറ്റ്യൂഡിനലി നമ്മുടെ തൊറാസിക് വെർട്ടിബ്ര, ലോവർ തൊറാസിക് വെർട്ടിബ്ര വരെ അറ്റാച്ച്ഡ് ആണ്. അതിനുശേഷം ഇത് ലാറ്ററലി വന്ന് അറ്റാച്ച് ആവുന്നത് സ്കാപ്പുലയുടെ സ്പൈനസ് പ്രോസസ്സിലാണ് ഇത് വന്ന് അറ്റാച്ച് ആവുന്നത്. അപ്പോൾ ലാറ്ററലി ടു ദി സ്പൈൻ ഓഫ് ദി സ്കാപ്പുല, ഓസിപിറ്റൽ ബോണിന്ന് ലോവർ തൊറാസിക് വെർട്ടിബ്ര, ദെൻ ടു ദി ലാറ്ററൽ ടു ദി സ്പൈൻ ഓഫ് ദി സ്കാപ്പുല. ഓക്കെ, ഇത് മെയിനായിട്ട് ഈ മസിൽ നമ്മുടെ ബോഡിയിൽ ഹെൽപ്പ് ചെയ്യുന്നത് ഷോൾഡർ മൂവ്മെൻറ്റിനും സ്റ്റെബിലിറ്റിക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡിയിൽ ഈ ഒരു മസിൽ മെയിനായിട്ട് ആക്റ്റീവായി നിൽക്കുന്നത്. ഓക്കെ, അടുത്ത് എന്താണ് ട്രപ്പിസൈറ്റിസ് എന്ന് നോക്കാം. ട്രപ്പിസൈറ്റിസ് എന്നുള്ള വാക്ക് ഐറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ. നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ട്രപ്പീസിയസ് മസിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷനെയാണ് നമ്മൾ ട്രപ്പിസൈറ്റിസ് എന്ന് വിളിക്കുന്നത്. ഈ ട്രപ്പിസൈറ്റിസ് എങ്ങനെയാണ് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മുടെ ഓവർ യൂസ് കാരണമാണ്. ഓവർ യൂസ് എന്നുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് നമ്മുടെ ബാഡ് പോസ്റ്റർ കാരണമാണ്. നമ്മുടെ ബോഡിക്ക് അറ്റൈൻ ചെയ്യേണ്ട ഒരു ഗുഡ് പോസ്റ്ററും ഉണ്ട്. ഗുഡ് പോസ്റ്റർ, അപ്പോൾ ഒരു ബാഡ് പോസ്റ്ററിൻ്റെ എക്സാമ്പിൾ നമ്മുടെ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ഫോൺ ഉപയോഗം എന്ന് നമുക്ക് പറയാം. പിന്നെ ഇത് കൂടുതലും കാണുന്നത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ട്രപ്പിസൈറ്റിസ് ഫ്രീക്വൻ്റ് ആയിട്ട് ഇന്നത്തെ കാലത്ത് ഇത് കാണുന്നൊരു അസുഖം കൂടെയാണ്. പിന്നെ നമ്മുടെ മസിൽസിന് സ്ട്രെയിൻ കൊടുക്കുക, ഓവറായിട്ടുള്ള ലോഡ് എടുക്കുക, തോളിൽ വെച്ച് ലോഡ് എടുക്കുക, ഇതൊക്കെ കാരണവും നമുക്ക് ട്രപ്പിസൈറ്റിസ് കോസ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ സ്ട്രെസ്സും റിപ്പീറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റും. റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് പറയാനാണെങ്കിൽ നമ്മുടെ നെക്ക് മൂവ്മെൻറ്റ്സ് ആണ് മെയിനായിട്ട് ട്രപ്പിസൈറ്റിസിന് വേണ്ടി കോസ് ചെയ്യുന്നത്. പുവർ ബാഡ് പോസ്ചർ കാരണവും നമ്മുടെ ബാഡ് നെക്ക് മൂവ്മെൻറ്റ് കാരണവും നമുക്ക് ട്രപ്പിസൈറ്റിസ് കോസ് ചെയ്യാനുള്ളത് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോമൺ സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിനും സ്റ്റിഫ്നെസ്സും ആയിരിക്കും. വേദനയും മരവിപ്പും ആയിരിക്കും മെയിനായിട്ട് ട്രപ്പിസൈറ്റിസിന് ഉണ്ടാവുന്ന കോമൺ സിംറ്റം എന്ന് പറയുന്നത്. പെയിൻ നമുക്ക് വരുന്നത് നമ്മുടെ കഴുത്തിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഭയങ്കര അസഹനീയമായിട്ടുള്ള പെയിനും ഒരു തോള് കഴിക്കുന്ന പോലെ ഒരു വേദനയും തോന്നും. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ നെക്ക്, നമ്മുടെ കഴുത്തിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള റേഞ്ച് ഓഫ് മോഷൻ ആയിരിക്കും. നമുക്ക് ഓവറായിട്ട് നേരത്തെ പോലെ കഴുത്ത് അങ്ങനെ മടക്കാനോ നിവർത്താനോ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക, ഭയങ്കര കട്ടിയായിട്ട് തോന്നും, ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും നെക്ക് മൂവ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ. പിന്നെ ടെൻഡർനെസ് തോന്നും, ഒരു കല്ലിപ്പ് പോലെ തോന്നും. മെയിനായിട്ട് ഈ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് ഭയങ്കര ഒരു കല്ലിപ്പായിട്ട് തോന്നും. ബാക്കിൽ, അപ്പർ ബാക്കിൽ ഒരു കല്ലിപ്പ് പോലെ തോന്നും. മെയിനായിട്ട് പെയിനും സ്റ്റിഫ്നെസ്സും ആയിരിക്കും പേഷ്യൻസ് നമ്മളോട് പറയുന്നൊരു കാര്യം. അടുത്ത ഇതിൻ്റെ ഡയഗ്നോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യാം. ഫിസിക്കൽ എക്സാമിനേഷനും അസസ്മെൻറ്റും എടുക്കാം. ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയ പാൽപേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു തടിപ്പ് പോലെ തോന്നും. തടിപ്പ് പോലെയും ചെറിയൊരു നോഡ്യൂൾ ഫോർമേഷൻ പോലെ തോന്നും. അതെന്നാണെങ്കിൽ അത് ട്രപ്പിസൈറ്റിസ് ആണ്. അടുത്ത് നമുക്ക് മെഡിക്കൽ ഹിസ്റ്ററി എടുക്കുമ്പോഴത്തേക്കും പേഷ്യൻറ്റിനോട് ചോദിക്കുക. ഇതിൽ നമുക്ക് ഒക്കുപ്പേഷണൽ ഹിസ്റ്ററി മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇഫ് ആ ഒരു പേഷ്യൻറ്റ് ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഹീസ് സോ പ്രോൺ ടു ഈ ഒരു അസുഖം. ട്രപ്പിസൈറ്റിസിന് ഭയങ്കരമായിട്ട് ചാൻസ് ഉള്ളൊരു പേഷ്യൻ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഇമേജിങ് സ്റ്റഡീസ് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും. എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അത്രയ്ക്ക് നമുക്ക് അറിയാൻ പറ്റില്ലെങ്കിലും സ്ലൈറ്റ്ലി എക്സ്റേ നോക്കാൻ അറിയാവുന്നവർക്കാണെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാകാനുള്ളൊരു ഇതുകൂടെയാണ്. മെയിനായിട്ട് നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്താൽ മാത്രം മതി നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു ഇതാണ് ട്രപ്പിസൈറ്റിസ്. അവരുടെ ഫീച്ചേഴ്സ് ചോദിക്കുക, എങ്ങനത്തെ പെയിനാണ്, പെയിന് റേഡിയേറ്റിംഗ് ടൈപ്പ് ഓഫ് പെയിൻ ആണോ അതോ പിൻ പോയിൻറ്റ് പെയിൻ ആണോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് നോർമലി ട്രപ്പിസൈറ്റിസിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത് മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ട്രോഫിക് ഡ്രഗ്സ് നമുക്ക് അവർക്ക് കൊടുക്കാം. ലൈക്ക് ഡൈക്ലോഫിനാക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് പെയിനിന് ഒരു സപ്രസ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മോർ മെഡിക്കേഷൻസ് പ്രിസ്ക്രൈബ് ചെയ്യാതിരിക്കുക. ട്രോപ്പിക്കൽ ഡ്രഗ് ആയിട്ടുള്ള നമുക്ക് ഡൈക്ലോഫിനാക്ക് കൊടുക്കാം. അടുത്ത് പി ടി മാനേജ്മെൻറ്റിൽ നമുക്ക് നമ്മുടെ ഗോൾസ് ഫോക്കസ് ചെയ്യണം. നമുക്ക് കുറച്ച് ഗോൾ വേണം, ഏതൊക്കെയാണ്. അതിലൊന്ന് വരുന്ന പെയിൻ റിലീഫാണ്. കാരണം പേഷ്യൻറ്റിന് ഭയങ്കര പെയിൻ ആയിരിക്കും അപ്പർ ബാക്കിൽ. ആ പെയിൻ റിലീഫ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പി ടി മാനേജ്മെൻറ്റ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിലിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യിക്കുക.
നമ്മുടെ മസിൽ ഭയങ്കര സ്റ്റിഫായിരിക്കും. ആ സ്റ്റിഫ്നെസ് കുറയ്ക്കുക എന്നുള്ളതാണ് ട്രപ്പീസിയസ് മസിലിൻ്റെ. അടുത്ത് പോസ്ചർ കറക്റ്റ് ചെയ്യുക. പറഞ്ഞല്ലോ, മെയിൻ കാര്യം ബാഡ് പോസ്ചറാണ് ഇതിന് കാരണക്കാരിയാവുന്നത്. അപ്പോൾ ബാഡ് പോസ്ചർ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്തൊരു ഗുഡ് പോസ്ചറിലോട്ട് പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ നമുക്ക് മാനുവൽ തെറാപ്പിയും നമുക്ക് കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള എക്സസൈസസും നമുക്ക് പേഷ്യൻറ്റിന് പ്രിസ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പെയിൻ കുറയ്ക്കുക എന്നുള്ളതിൽ ആദ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോ തെറാപ്പി മൊഡാലിറ്റീസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അൾട്രാസൗണ്ട് ഈസ് എ ബെസ്റ്റ് ഓപ്ഷൻ. അൾട്രാസൗണ്ടിൽ നമുക്ക് ബ്ലഡ് സപ്ലൈ കൂട്ടാനുള്ളതാവും. അൾട്രാസൗണ്ടിൽ തന്നെ ഫോണോഫോറസിസ് വിത്ത് ഡൈക്ലോഫിനാക്കിൽ ഫോണോഫോറസിസ് കൊടുക്കുമ്പോഴത്തേക്കും പേഷ്യൻറ്റിനെ എന്ത് ചെയ്യും, ആ ഒരു ഏരിയയിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കാനും ആ ഒരു പെയിൻ റെഡ്യൂസ് ചെയ്യാനുള്ളത് ചാൻസ് കൂടുതലായിരിക്കും. IFT ഒക്കെ കൊടുക്കാം. IFT കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണോഫോറസിസ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമുക്ക് മാനുവൽ തെറാപ്പി ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം. മാനുവൽ തെറാപ്പി ടെക്നിക്സിൽ നമുക്ക് വേണമെങ്കിൽ MFR പ്രിസ്ക്രൈബ് ചെയ്യാവുന്നതാണ്. MFR അറിയാമല്ലോ, ട്രിഗർ നോഡ് റിലീസ് ചെയ്യാനുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് MFR എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ട്രിഗർ പോയിൻ്റ് റിലീസസ് ടെക്നിക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് കാരണം എന്ത് ചെയ്യും, ആ ഒരു മസിൽ ഉണ്ടാകുന്ന ടെൻഷൻ കുറച്ച് ആ ഒരു ഏരിയയിലോട്ട് ബ്ലഡ് സപ്ലൈ കൂട്ടാനുള്ളത് ഹെൽപ്പ് ചെയ്യും. ബ്ലഡ് ഫ്ലോ, ആ ഒരു ഏരിയയിലോട്ട് ബ്ലഡ് ഫ്ലോ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ആ മസിലിലുള്ള ട്രിഗർ നോഡ് എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കായിട്ട് പോവും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് സ്ട്രെച്ചിങ് ചെയ്യിക്കുക. ട്രപ്പീസിയസ് മസിലിൻ്റെ സ്ട്രെച്ചിങ് ചെയ്യിക്കുക. പേഷ്യൻറ്റിന് ഒന്നെങ്കിൽ നമ്മൾ സ്ട്രെച്ചിങ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് പേഷ്യൻറ്റിനെ സ്ട്രെച്ചിങ് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, രണ്ടാമത് സ്ട്രെങ്തനിങ് എക്സസൈസസ് ചെയ്യിക്കുക. സ്ട്രെങ്തനിങ് എക്സസൈസിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്ക് സ്ട്രെങ്തനിങ് എക്സസൈസസ് ചെയ്യിക്കുക. രണ്ട് സൈഡിലോട്ടും ഫ്രണ്ടും ബാക്ക്വേർഡ് എക്സസൈസ് ചെയ്യിക്കുക. ലാറ്ററൽ മീഡിയൽ ആയിട്ടുള്ള സ്ട്രെങ്തനിങ് ചെയ്യിക്കുക, മീൻസ് ഓപ്പോസിറ്റ് സൈഡ് സ്ട്രെങ്തനിങ് ചെയ്യിക്കുക. ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് വേറൊന്നുമല്ല, അതിന് പേഷ്യൻറ്റിനോട് ഒരു തെറാബാൻഡ് യൂസ് ചെയ്തിട്ട് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആക്റ്റീവായിട്ടാണെങ്കിൽ തെറാബാൻഡ് വെച്ച് ചെയ്യിക്കാൻ നോക്കുക. പാസീവായിട്ടാണെങ്കിൽ നമ്മൾ തന്നെ പേഷ്യൻ്റ് അത് ചെയ്ത് കൊടുക്കുക. അടുത്ത എർഗണോമിക് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പോസ്ചർ അവയർനെസ് ആണ് അതിൽ വരുന്നൊരു മെയിൻ ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗുഡ് പോസ്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ. നമ്മളൊരു ബാഡ് പോസ്ചർ കുറേ നേരത്തേക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡി ബാഡ് പോസ്ചറിലോട്ട് തന്നെ അങ്ങ് പോവും. നമുക്ക് പിന്നെ നമ്മുടെ നെക്കായിരുന്നാലും നമ്മുടെ ഷോൾഡർ ആയിരുന്നാലും ആ ഒരു പോസ്ചറിൽ അറ്റൈൻ ചെയ്ത് നമ്മുടെ ബോഡി ആ ഒരു രീതിക്കോട്ട് വരും. അപ്പോൾ ഗുഡ് പോസ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് ഓവറായിട്ട് ബെൻഡ് ചെയ്യാതെ ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോഴും ഒരു സ്റ്റിഫായിട്ടുള്ള പൊസിഷനിലിരുന്ന് പില്ലോ ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്തിട്ട് യൂസ് ആക്കാൻ വേണ്ടി നോക്കുക. പിന്നെ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും അതിനായിട്ടുള്ള ചെയറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് മാക്സിമം ആ ഒരു രീതിക്ക് ഇരിക്കാൻ നോക്കുക. ഓക്കെ, ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ളൊരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രിവെൻഷൻ കൊണ്ടുവരാന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്ത് റെഗുലറായിട്ടുള്ള എക്സസൈസസ് ചെയ്യിക്കുക എന്നുള്ളതാണ് പ്രിവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കൊരു പെട്ടെന്നൊരു പെയിൻ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പേഷ്യൻ്റ് വരാണ്, ഹി ഓർ ഷീ ഈസ് നോട്ട് ഏബിൾ ടു കം ഫോർ ട്രീറ്റ്മെൻറ്റ് ഫ്രീക്വൻലി, ദെൻ സജസ്റ്റ് ദം ആക്റ്റീവ് എക്സസൈസസ്. അവർക്ക് നേരിട്ട് നമ്മളോട് വരുമ്പോഴത്തേക്കും എന്നും അവർക്ക് ഫോളോ അപ്പിന് വരാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആക്റ്റീവ് എക്സസൈസസ് നമ്മൾ ടീച്ച് ചെയ്ത് വിടാം. ആക്റ്റീവിൽ മെയിനായിട്ട് ചെയ്യിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, സ്ട്രെച്ചിങ് പറഞ്ഞു കൊടുക്കുക. മെയിൻ കാര്യം സ്ട്രെച്ചിങ് പറഞ്ഞു കൊടുക്കുക. ട്രിഗർ പോയിൻ്റ് റിലീസൊക്കെ ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ആ ഒരു രീതിക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡൈക്ലോഫിനാക്ക് നമുക്ക് അവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഓക്കെ, പിന്നെ ഇനി കൺക്ലൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടേം ആയിട്ടുള്ളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ട്രപ്പിസൈറ്റിസിനെ പറ്റിയിട്ടാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജിൽ വന്നിട്ട് ചോദിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ ഹെൽപ്ഫുള്ളായിട്ട് പറഞ്ഞു തരാം. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ ജസ്റ്റ് എന്താ ട്രപ്പിസൈറ്റിസ് എന്ന് ഞാൻ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഞാൻ എൻ്റെലായിട്ട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വലുതായിട്ട് ഫോട്ടോസും കൊടുത്തിട്ടുമില്ല. അപ്പോൾ അനാട്ടമി ടെസ്റ്റ് എടുക്കുക. ടെസ്റ്റ് എടുത്തതിന് ശേഷം ട്രപ്പീസിയസ് മസിൽ എവിടെ നിന്ന് എങ്ങോട്ട് കണക്ട് ചെയ്തു എന്ന് നോക്കുക. അതിനുശേഷം എന്താണ് ട്രപ്പിസൈറ്റിസും ഇതിൻ്റെ എറ്റിയോളജി മെയിനായിട്ട് അറിഞ്ഞിരിക്കുക. പോസ്ചർ കറക്ഷന് വരുന്ന എക്സസൈസസ് കൂടെ പഠിക്കുക.
സ്ട്രെച്ചിങ് അറിഞ്ഞിരിക്കുക, സ്ട്രെങ്തനിങ് ചെയ്യിക്കാൻ നോക്കുക. പിന്നെ MFR അല്ലെങ്കിൽ ട്രിഗർ നോഡ് റിലീസ് ചെയ്യിക്കാൻ നോക്കുക. ഇലക്ട്രോ തെറാപ്പി മൊഡാലിറ്റിയിൽ അൾട്രാസൗണ്ട് കൊടുക്കാൻ നോക്കുക വിത്ത് ഫോണോഫോറസിസ്. ഫോണോഫോറസിസ് അറിയാമല്ലോ, ഡ്രഗ് യൂസ് ചെയ്തിട്ട് അൾട്രാസൗണ്ട് കൊടുക്കുക. ഡൈക്ലോഫിനാക്ക് യൂസ് ചെയ്ത് അൾട്രാസൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് പെട്ടെന്നൊരു റിക്കവറി ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഇന്നതായിരുന്നു എൻ്റെ ടോപ്പിക്ക്. ഡൗട്ടുള്ളവർ ചോദിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ടോപ്പിക്കിന് അതായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.